പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന ചിന്താവചനം സംഖ്യയുടെ ഗ്രന്ഥത്തിലെ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു പുറപ്പാട് സംഭവമാണ്. മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര ചെങ്കടലും കടന്ന് സിനായ് മരുഭൂമിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ചിട്ടയായുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഗോത്രം തിരിച്ച് നേതാക്കന്മാരുടെ കീഴിൽ പതാകയുമേന്തി അവർ അണിനിരന്നു. എന്നാൽ അവിശ്വസ്തരായ ജനം താമസിയാതെ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുക്കാനും കലഹിക്കാനും തുടങ്ങി. മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വം അവർ ചോദ്യം ചെയ്തു. ദൈവം എല്ലാ ജനത്തിൻ്റെ കൂടെയുണ്ട്, പിന്നെന്തിനാണ് നിങ്ങൾ മാത്രം നേതാക്കന്മാർ ചമയുന്നത് എന്ന ചോദ്യം അവരിൽ നിന്നുയർന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ട ശുശ്രൂഷകരാണ് ഈ കലഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്ന കാര്യം മോശയെ വളരെയധികം വേദനിപ്പിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അവരുടെ ഒരു കഴുതയെപ്പോലും ഞാൻ എടുത്തിട്ടില്ല. കർത്താവെ, അവരുടെ കാഴ്ചകൾ നീ സ്വീകരിക്കരുത്. കർത്താവ് മോശയോട് അഹ്റോനോട് അരുളി ചെയ്തു, ഞാൻ ഇവരെ ഇപ്പോൾ തന്നെ സംഹരിക്കും, ഇവരിൽ നിന്ന് നിങ്ങൾ മാറി നിന്നുകൊള്ളുവിൻ. മോശ ജനം പാർക്കുന്ന കൂടാരങ്ങളുടെ അടുത്ത് എന്ന് സമൂഹത്തോട് പറഞ്ഞു, കോറഹ്, ദത്താൻ, അബീറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് എല്ലാവരും മാറിപ്പോകുവിൻ. മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു. ഭൂമി പിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളോടുകൂടി വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്ന് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിലേക്ക് പതിച്ചു. തുടർന്ന് കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി കോറഹിനോട് ചേർന്ന മോശയ്ക്കെതിരെ കലഹിച്ച 250 ശ്രേഷ്ഠന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും ആ ദുരന്ത ഭൂമിയിൽ നിന്നും തങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിനെതിരെ നിരന്തരം കലഹിച്ചിരുന്നു, അവിശ്വസ്തത കാണിച്ചിരുന്നു. അതിനുള്ള ശിക്ഷയാണ് വെറും 40 ദിവസം കൊണ്ട് വന്നെത്താവുന്ന കാനാൻ ദേശത്തേക്ക് 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയാൻ ദൈവം അവരെ വിട്ടത്. ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്നാണ് ദൈവം അവരെ രക്ഷിച്ചു കൊണ്ടുവന്നത് എന്ന സത്യം അവർ മറന്നുകളഞ്ഞു. ഏത് സാഹചര്യത്തിലും ജനം കർത്താവിനോട് വിശ്വസ്തത പാലിക്കുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു മരുഭൂമിയിലൂടെയുള്ള 40 വർഷത്തെ യാത്ര. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും മരുഭൂമി അനുഭവങ്ങളുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകളുടെ ഇരുമ്പ് ചൂളകളിലൂടെയുള്ള പൊള്ളലുകൾ അനുഭവപ്പെടുമ്പോൾ, അപ്പോഴൊക്കെ കർത്താവിൻ്റെ ആശ്രയത്തിൽ നാം വിശ്വസ്തയോടെ നിന്നാൽ അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.